കാലിക്കറ്റ് ലുലു മോളിൽ നടക്കുന്ന മെഷീനറി എക്സ്പോ കാണാൻ പോയതാണ്. ഒരു സ്മോൾ സ്കെയിൽ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഒട്ടനവധി മെഷീൻസ് അവിടെ ലഭ്യമാണ്. നമുക്ക് ആവശ്യമുള്ളത് പർച്ചേസും ചെയ്യാം. കടലക്ക, അല്ലെ ബദാം, ധാന്യങ്ങളിൽ നിന്നൊക്കെ എണ്ണ ഇതാക്കുന്നത്, ഇനി നമുക്ക് ഫുട്ടിനും കാര്യങ്ങളിലൊക്കെ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻസ്, പല ടൈപ്പ് ഓഫ്, ഇനിയിപ്പോൾ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള ഡെഡ് സ്കിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുവിധം മെഷീൻസൊക്കെ അവിടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ ഗ്യാസ് എത്രത്തോളം ലീക്കേജ് ഉണ്ടെന്ന് നോക്കാൻ, ഓയിൽ ഒട്ടും ഇല്ലാതെ തന്നെ നമുക്കുള്ള ഫ്രൈസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വളരെ ചെറിയ എമൗണ്ടേ ഉള്ളൂ. ഇത് വേസ്റ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഗോലി സോഡ കാണുന്നത് തന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കുമല്ലോ. ഇങ്ങനെയുള്ള മെഷീൻസ് നമ്മൾ ലൈവിൽ കാണുന്ന സമയത്ത് ഭയങ്കര രസമുള്ളൊരു കാര്യം തന്നെയാണ്. പോയി എക്സ്പ്ലോർ ചെയ്യാം നമുക്ക്. ഇത് മൂടി കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അതല്ലാതെ തന്നെ ടൂൾസ് കാര്യങ്ങളൊക്കെ, ഡ്രിൽ മെഷീൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ലൈറ്റിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങളുണ്ട്. വിനൈൽ, ഫ്ലെക്സ്, 3D പ്രിൻറ്റിങ്, അങ്ങനത്തെ ഒട്ടനവധി കാര്യങ്ങൾ. കട്ടിങ്സിൻ്റെ ഒക്കെ ഉള്ള ഒരു ഹ്യൂജായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പെട്ടെന്ന് കത്തും. ഒരു ബിസിനസ്സിൽ കഫേയിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ചെയ്യാം. അതല്ലാണ്ട് മില്ല് റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി മെഷീനറീസ് ഉണ്ട്. സാധനങ്ങൾ നമുക്ക് ഡ്രൈ ചെയ്യാൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതാണ് ഡ്രൈ ചെയ്യുക എന്നുള്ളത്. അതിനുള്ള മെഷീൻസ് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ എഫേർട്ട്ലെസ് ആയിട്ട് ചപ്പാത്തി മെഷീൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കട്ടിങ്, പാക്കേജിങ്ങിൻ്റെ ഒത്തിരി ഒരു ഹ്യൂജ് ഓഫ് കളക്ഷൻസ് വേണമെങ്കിൽ ഉണ്ടെന്ന് പറയാം. നമുക്ക് റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്തിട്ട് പാക്കേജിങ്ങിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് പ്രിൻ്റ് ചെയ്യുന്ന ടൈപ്സ് ഉണ്ട്. നമ്മൾ പാക്കേജിനെ പോലെ നമ്മുടെ ഓൺ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് അമ്മയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റിന് കയറി നമ്മൾ സ്കിന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ഏജ് ഇപ്പോൾ എന്താണ്, അതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളതൊക്കെ. അമ്മ ഹെൽത്തി ആട്ടോ, അമ്മയുടെ ഏജിനേക്കാളും കുറച്ചാണ് നമ്മുടെ സ്കിന്നുള്ളത്. പിന്നെ ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോ പാക്കേജിങ്ങും ബോട്ടിൽസ് കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നമുക്കൊരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനകത്തേക്ക് വേണ്ട കാര്യങ്ങൾ വളരെ എനിക്ക് തോന്നുന്നു ഒരു 3000 5000 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ലക്ഷങ്ങൾ വില വരുന്ന, ഒരു 2 lakh 3 lakhs ലക്ഷങ്ങൾ വില വരുന്ന മെഷീനറീസ് അവിടെ അവൈലബിൾ ആണ്. നമുക്ക് അവരുടെ ഹെൽപ്പും ഉണ്ടാകും. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ നമുക്ക് സാധനങ്ങളൊക്കെ ഡ്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇതാണ്. ഹ്യൂജും ഉണ്ട്, എന്നാൽ പോലും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാവുന്നത് കുറഞ്ഞ റേഞ്ചിലുണ്ട്. പാക്കേജിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ. അതല്ലാണ്ട് ഫർണിഷിങ് കാര്യങ്ങൾ അവിടെ ഇപ്പോൾ നമുക്ക് പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പല ഓഫേഴ്സും തരുന്നുണ്ട്. ബേക്കേഴ്സിന് വേണ്ടിയിട്ടുള്ള പല ടൈപ്പ് ഓഫ് മെഷീനറീസ് നല്ല റേറ്റിൻ്റെ വ്യത്യാസത്തിൽ അവർ തരുന്നുണ്ട്. വൺസ് നമ്മുടെ നാട്ടിൽ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പോയില്ലെങ്കിൽ ശരിയാവില്ലല്ലോ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട്. നമ്മൾ പോയി കണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അവർ ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു തരും. ഇനി അതല്ല നമുക്ക് കോണ്ടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാവുന്നതേ ഉള്ളൂ. ഉപകാരപ്പെടും പലർക്കും. ഇന്ന് ഓൺ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് ഒരു നന്നായി കൊണ്ടെടുക്കുന്നത്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാക്കേജിങ്ങും കാര്യങ്ങളും. ഇനി 2 ദിവസം കൂടെ ഉണ്ട്. നമുക്ക് എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോയി വിസിറ്റ് ചെയ്യാം. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണ്.